വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നബിദിന സ്റ്റോറിയാണ്. കൂടുതൽ വൈകിക്കാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഈ പുണ്യം നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ്. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരമ്മൂമ്മ ഒരു വയലിലൂടെ നടന്നു പോവുകയാണ്. അമ്മൂമ്മ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ. അമ്മൂമ്മയുടെ തലയിൽ ഒരു വലിയൊരു ചുമടുണ്ടായിരുന്നു. അത് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ചുമടിന് നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മക്ക് വേഗത്തിലൊന്നും നടക്കാൻ പറ്റുന്നില്ല. പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമ്മൂമ്മയെ കാണുന്നത്. അപ്പോൾ തന്നെ നബി ഒന്നും ചിന്തിക്കാതെ നേരെ അമ്മൂമ്മേൻ്റെ അടുത്തേക്ക് നടന്നുപോയി. എന്നിട്ട് അമ്മൂമ്മേനോട് പറഞ്ഞു, അമ്മൂമ്മ, ആ ചുമട് താങ്കൾ ഇങ്ങനെ പുറക്കണ്ട, ഞാൻ എൻ്റെ തലയിൽ കൊണ്ട് അമ്മൂമ്മയുടെ വീട് വരെ എത്തിക്കാം. അപ്പോൾ അമ്മൂമ്മക്ക് നല്ല സന്തോഷമായി. ആ ചുമടിറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. നബി അതും കൊണ്ട് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുമടിനെ പറ്റി ഒരു പരാതിയും പറയാതെ തന്നെ അമ്മൂമ്മയുടെ കൂടെ തന്നെ വീട്ടിൽ വരെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ നടന്ന് വീട്ടിലേക്കെത്തി. വീട്ടിലെത്തി ചുമട് ഇറക്കി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങാൻ നേരം ഈ അമ്മൂമ്മ നബീനോടൊരു കാര്യം പറഞ്ഞു. മോനെ, ഈ നാട്ടിലൊരു മുഹമ്മദ് ഉണ്ട്, അവൻ വളരെ മോശക്കാരാണ്, നീ അവനെപ്പോലെ ഒന്നാവല്ലേ. അപ്പം നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മൂമ്മേ, ആ മുഹമ്മദ് ഞാനാണ്. അപ്പോൾ അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബീനോട് പറഞ്ഞു, എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, എന്നോട് നീ ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമയോടെ ആ അമ്മൂമ്മ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, കണ്ടില്ലേ, നമ്മുടെ നബിയുടെ ഒരു പുണ്യകർമ്മം കൊണ്ട് ഒരു സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നത്. ഇതാണ് നമ്മൾക്ക് മാതൃകയായി വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.